മൂപ്പര് ഒരു ഓട്ടോ വിളിച്ച് വന്നതാ. പിന്നെ മൂപ്പര് വിളിച്ചിട്ട് ഫോൺ കിട്ടില്ല. ഇവിടെ നാന കരയുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വിളിച്ചിട്ട് പിന്നെ മൂപ്പരെ വിളിച്ചിട്ട് കിട്ടണില്ല. അപ്പം ഞങ്ങൾ വന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതാ ഈ ആൾക്കാരും ഇവരെല്ലാവരും കൂടി അവരെ മൂപ്പരെ തെരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഒരു 8:30 ആകുമ്പോഴത്തേക്കും മുകളിൽ ഇവിടെ കിടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. 8:15 നമ്മൾ ഇവിടെ. എങ്ങനെ ഞങ്ങൾ ജീവിക്കണ്ടേ ഞങ്ങൾക്ക് ഇവിടെ നല്ല വയനാട്ടിൽ എല്ലായിടത്തും കാട്ടാന ശല്യമുള്ള ഒരു സ്ഥലമാണ് ഞങ്ങൾക്ക് ജീവിക്കണ്ടേ. നാളെ എനിക്കോ ഇവനക്കോ ആർക്കാണെങ്കിലും ഇത് വരും ഉറപ്പാ, 100% ഉറപ്പാ. പോലീസുകാർ 8 മണിക്ക് വിളിച്ചിട്ട് 9 മണിക്ക് അവരെത്തി. ഇപ്പോൾ 10:30 ഫോറസ്റ്റർ DFOനെ ഞങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് DFO ഇതുവരെ വന്നിട്ടില്ല. വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുമോ, 2 വാഗ്ദാനം തരും. 2 വാഗ്ദാനത്തിൽ ഇവിടുന്ന് എടുക്കണം, അത് കൊണ്ടുപോകണം, സംസ്കരിക്കണം, കഴിഞ്ഞ്. ഇതിനൊരു ശാശ്വത പരിഹാരം കാണും. ഇത് നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഉന്നതിക്ക് പോകാൻ 100 മീറ്ററും കൂടി ഉള്ളൂ. ആളുകൾ സഞ്ചരിക്കുന്ന വഴികളാണ്. ഈ വഴികളിൽ ആളുകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാത്ത വിധത്തിൽ കാട്ടാനയുടെ ആക്രമണം നിരന്തരം വർദ്ധിച്ചു വരുന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു ശാശ്വത പരിഹാരം, അതിന് ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ഇവിടെ എത്തട്ടെ.